1700 വർഷം പഴക്കമുണ്ടെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത്. ഇതാണ് ചെങ്ങാടം. നമ്മുടെ മുളയൊക്കെ നീളത്തിൽ മുറിച്ചിട്ട് കൂട്ടിക്കെട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ പുഴ കടക്കാൻ വേണ്ടി അക്കരെ ഇക്കരെ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്തായാലും ഇത് 1-2 പേർക്കോ ഇല്ല യാത്ര ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സാർ. നമ്മുടെ വള്ളം പോലെയല്ല. ഇനി ചിലപ്പോൾ ഒത്തിരി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാലും ഇവിടെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഹൈ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉപ്പുതറയിലാണ്. നമ്മുടെ അയ്യപ്പൻകോവിൽ ഒരു ക്ഷേത്രമുണ്ട്. ഏകദേശം 2000-2500 വർഷം പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനിപ്പം ഇടുക്കിന്നുള്ള വെള്ളം, ഡാമിലെ വെള്ളം കയറി കിടക്കുകയാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് വള്ളത്തിൽ അങ്ങോട്ട് യാത്ര ചെയ്യാം. ഇത് നമ്മുടെ വിജയൻ ചേട്ടനാണ്. ഈ വിജയൻ ചേട്ടന് ഈ അമ്പലത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും അറിയാം. അപ്പോൾ അദ്ദേഹം തന്നെ നമുക്ക് ഈ ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയി കണ്ട് കറങ്ങി വന്ന ക്ഷേത്രമാണ് പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. പരശുരാമൻ പ്രതിഷ്ഠ ചെയ്ത 5 ശാസ്താക്ഷേത്രങ്ങളിലൊന്നാണ് ഈ അയ്യപ്പൻകോവിൽ ക്ഷേത്രം. 5 എന്ന് പറയുന്ന അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തുപുഴ, ശബരിമല, അയ്യപ്പൻകോവിൽ, അങ്ങനെ പഞ്ചമഹാ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം. പണ്ട് ഈ ക്ഷേത്രം ഇടുക്കി പദ്ധതിക്ക് മുമ്പ് തറയിൽ തന്നെയായിരുന്നു ക്ഷേത്രം. അതായത് സിമെൻറ്റോ കട്ടയോ ഓടോ ഒന്നും ചേരാതെ കംപ്ലീറ്റ് വലിയ കല്ലുകൾ കീറി ആ കല്ലുകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തുനിന്ന് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു തുരങ്കമുണ്ട്. പൂന്താന്നാണ് പറയുന്നത്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ആ അമ്പലത്തിൻ്റെ നേരെ പടിഞ്ഞാറ് വശം ഉപ്പുതറ കാക്കത്തോടെന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. എൻ്റെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും ഉപ്പുതറ എൻ്റെ സെൻറ്റ് ഫിലോമിന സ്കൂളിലെ മാനേജരച്ചനും പള്ളിയിലെ കപ്പിയാരും എൻ്റെ ഹെഡ് മാസ്റ്ററും കൂടെ ആ തുരങ്കത്തിൽ കൂടെ ഞങ്ങൾ ഒരു 200 മീറ്റർ നടന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അത് ഒരു 25 വർഷമായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുക. അതാണ് ചരിത്രം. അതുപോലെ തന്നെ ഇത് എന്തോ KCBക്ക് ആയിട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് KCBക്ക് വേണ്ടിയിട്ട് ഈ ക്ഷേത്രം നമ്മൾ ഇവിടുന്ന് മാറ്റിയത്. അന്ന് KCB പറഞ്ഞിരുന്ന വാക്ക് ഇവിടെ ജനവാസം ഉണ്ടാകുകയില്ല, വനമായിരിക്കും, വെള്ളം കയറി കിടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ക്ഷേത്രം പൊളിച്ച് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ തന്നെ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ സർക്കാർ ഭൂമി കൊടുത്ത് അവിടെ അലോട്ട് ചെയ്തു. അപ്പം അന്നേരം ഈ പ്രദേശത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാർ വിളക്ക് വെച്ച് അവിടെ ആരാധന തുടങ്ങി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ഷേത്രം ഇത്രമായത്. ഇതിലും വലുതായിരുന്നു നേരത്തെ ക്ഷേത്രം. അതെ, ഭയങ്കര ക്ഷേത്രമായിരുന്നു. കല്ലുകൊണ്ട് തന്നെ. പിന്നെ ആനവാതിലും അങ്ങനെയുള്ള ആന തിളമ്പ് വെച്ച് ഉത്സവത്തിന് കയറി വരുന്ന വാതിലുകളൊക്കെ ഉണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മയാണ്, നേരിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം പൊളിച്ച കുറേ ഭാഗങ്ങൾ, അതിൻ്റെ കല്ലുകൾ അതെല്ലാം കുറച്ച് പൊളിച്ച സ്ഥലം, അതായത് തൊപ്പിപ്പാള ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ബാക്കി കല്ലുകളും മറ്റു കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെയാണ്. നമുക്ക് വെള്ളം ഇറങ്ങുമ്പോൾ അത് നേരിൽ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്താണ് അതിൻ്റെ വെയിറ്റ് കൂടുതലും അതുകൊണ്ട് പല അനർത്ഥങ്ങളുണ്ടായെന്നാണ് ഇതിനകത്ത് ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിനൊരു കൊടിമരത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടു. ക്ഷേത്രത്തിനൊരു കൊടിമരം, സ്വർണ്ണക്കൊടിമരം ഉണ്ടായിരുന്നു. അത് ക്ഷേത്രത്തിന് പുറകു വശത്തെ ആറ്റിൽ, അതായത് ഭണ്ഡാരക്കയം എന്ന് പറയുന്ന ഒരു കയത്തിൽ കാട്ടാന പറിച്ചിട്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴും അതുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മത്സ്യത്തിൻ്റെ ചരിത്രം പറയുന്നത്. അതായത് ആദിവാസികളുടെ മീനൂട്ട് എന്ന ഒരു കർമ്മമുണ്ട് ഇവിടെ. അത് എല്ലാ മേടമാസത്തിലുമാണ്. അന്ന് അവർ വന്നിവിടെ ആ അമ്പലത്തിന് പുറകു വശം തീരത്ത് പൂജയും കാര്യങ്ങളും ഒക്കെ നടത്തി രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ മീനൂട്ട് നടത്തുന്നത്. അപ്പോൾ 2 വലിയ മത്സ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ തൂക്കം പറയാൻ പറ്റില്ല. അതുപോലത്തെ വലിയ മത്സ്യങ്ങൾ ഈ തീറ്റ കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിൽ അടിച്ചു മറിയുന്നത് നമ്മൾ നേരിൽ കണ്ടിട്ടുള്ള. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉണ്ട്. അതായത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇവിടെ ജാതിമത വലിയ ക്ഷേത്രത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും എല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ഹിന്ദുവിന് ഇവിടെ കൂടുതൽ ആധിപത്യം എന്നുള്ള ഒരു നിലപാടില്ല. എല്ലാവരും അവിടെ സമന്മാരാണ്. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ അങ്ങനെ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഭാഗത്തേക്ക്. ഇത് എൻ്റെ മോളാണ്, പേര് ആയിഷ എന്നാണ്. അവൾ ഈ ലൈഫ് ജാക്കറ്റൊക്കെ കണ്ടിട്ട് നമ്മുടെ ഡോറാബൂജിയിലെ ഡോറ ഇടുന്ന ഡ്രസ്സ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണ് ചിറ്റേക്കുന്നത് ഇപ്പോൾ? ഡോറാൻ്റെ ഡ്രസ്സാ?
ഡോറ ഇങ്ങനത്തെ യൂണിഫോം ഇടുക? ഇതെന്താണ്? ജീവനരക്ഷ. എന്തായാലും ഒന്ന് തൊഴിഞ്ഞു നോക്കാം അല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇതാണ് ആ ക്ഷേത്രം കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിന്റെ അടുത്തെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും യാത്ര വളരെ രസകരമായ യാത്രയാണ്. ഈ സ്ഥലം ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട് വന്നിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടോ ചേട്ടാ ഇങ്ങോട്ട്? 2 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഈ അയ്യപ്പൻകോവിൽ അമ്പലത്തിൻ്റെ ക്ഷേത്ര ഭാഗത്തും അതുപോലെ ഈ വെള്ളം കയറി കിടന്ന ഭാഗത്തേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ.
നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. ഇനിയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.